മമ്മൂട്ടിയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞു. ആദ്യമായിട്ടായിരിക്കും മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. മമ്മൂട്ടിയെ ഭയമുണ്ടോ? അല്ല, അതിന് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞതിന് അദ്ദേഹത്തിന് മനോവിഷമം ഉണ്ടായതിന് ഞാൻ പരസ്യമായിട്ട് മാപ്പ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിന് സാധ്യത ഒരുപാടാണ് അതിന് കാരണമുള്ളത്. ഒന്ന്, ഈ തരത്തിലൊരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി എന്ന് കാണിച്ച് ഒട്ടും മര്യാദയല്ല. അതെ. മമ്മൂട്ടിയെ പോലെയുള്ളൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുക, അതിനുശേഷം അവിടെ മറ്റുള്ള ആൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുക, അദ്ദേഹത്തിൻ്റെ യാത്ര മൊത്തം ഞങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വലിയ പ്രചരണം കൊടുക്കുക, ഇതൊരു മര്യാദയല്ല. അപ്പോൾ അതുകൊണ്ടാണ് മമ്മൂട്ടി പറഞ്ഞത്, എൻ്റെ കൂടെ നടക്കേണ്ട ആവശ്യമില്ല, ഞാൻ നടന്നോളാം, എനിക്ക് നിങ്ങളുടെ സഹായമൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ നടന്നാൽ ഇതൊരു പാർട്ടി പരിപാടിയാണെന്ന് ആളുകൾ ധരിക്കും എന്നാണ് പറയുന്നത്. മമ്മൂട്ടി യഥാർത്ഥത്തിൽ കൈരളി ചാനലിൻ്റെ ചെയർമാനാണ്. അങ്ങനെ കൈരളി ചാനലിൻ്റെ ചെയർമാനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് എക്കാലത്തും ഒട്ടിച്ചേർന്ന് നടന്നിരിക്കുന്ന വ്യക്തിത്വമാണ് മമ്മൂട്ടി. അങ്ങനെയുള്ള ഒരാളെ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിശ്വാസമില്ല. ഇതിൻ്റെ പ്രശ്നം അതാണ്. ഞാൻ മനസ്സിലാക്കുന്ന വയനാട് ജില്ലാ സെക്രട്ടറി കൂടെ നടക്കാനുള്ള കാരണം, അതല്ലെങ്കിൽ ചാനലുകാർ സംസാരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കാര്യങ്ങൾ ഈ പറയുന്ന ടൗൺഷിപ്പിനെതിരായിട്ട് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വന്നാൽ, അല്ലെങ്കിൽ പിരിച്ചെടുത്തിരിക്കുന്ന പണത്തിൻ്റെ കണക്കുകൾ അദ്ദേഹം സംസാരിച്ചാൽ, ഇത്യാദി സംശയങ്ങളുണ്ട്. ഈ സംശയങ്ങളുള്ളതിൻ്റെ പേരിലാണ് വയനാട് ജില്ലാ സെക്രട്ടറി കൂടെ നടക്കാൻ കാരണം. ശരിക്കതാണ്. അങ്ങനെ മമ്മൂട്ടിയുടെ വായിൽ നിന്നൊന്നും വരാൻ പാടില്ല. ആ വരികയാണെങ്കിൽ വരുന്നതിനെ കൈയോടെ തടുക്കാൻ സാധിക്കണം. ഇത് മാത്രമല്ല, താൻ ഇത്രയും പവർഫുൾ ആണെന്നുള്ള വിവരം ഒന്ന് മമ്മൂട്ടിയെ ബോധ്യപ്പെടുത്തണം. കാര്യം ഞാൻ പറയുമ്പോൾ ആളുകൾ കേൾക്കും, ഞാൻ പറഞ്ഞതിൻ്റെ ആളുടെ വഴിയിൽ നിന്നൊക്കെ മാറി നിന്ന് തരും. ഇത് ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. ഇത് തിരിച്ചറിയാവുന്ന ആളാണ് മമ്മൂട്ടി. മമ്മൂട്ടി ഒരു ഒന്നാന്തരം രാഷ്ട്രീയക്കാരനാണ്. നല്ലൊരു ഒന്നാന്തരം അഭിനേതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ അറിയാവുന്നതിൻ്റെ പേരിലാണ് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ കൂടെ നടക്കേണ്ട, മാറി നടന്നോളൂ എന്ന്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നമ്മുടെ സൈബർ പോരാളികൾ അങ്ങനെയൊന്നുമില്ല. സൈബർ പോരാളികൾ ആരെയൊക്കെയാണ് ശത്രുക്കളായിട്ട് വേണ്ടിയെന്നുള്ളത് അവർ നേരത്തെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് തീരുമാനിക്കുകയാണ്. ആ കൂട്ടത്തിൽ അവർക്ക് മമ്മൂട്ടി വന്നു. അവർക്ക് മോഹൻലാൽ അവരുടെ ശത്രുവാണ്, ജയറാം അവരുടെ ശത്രുവാണ്. ഏതെല്ലാം സിനിമാ നടന്മാരുണ്ടോ സിനിമാ നടന്മാരൊക്കെ അവർ ശത്രുക്കളാണ്. ഈ പറയുന്ന ശത്രുപക്ഷത്തെ നിരത്തിക്കൊണ്ട് അവർക്കെതിരായിട്ട് വലിയ പോരാട്ടം നടത്തുന്നവരാണ് സൈബർ പോരാളികൾ. ഈ മമ്മൂട്ടിയോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇതൊരു പാർട്ടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വന്നതല്ല, അദ്ദേഹം തികച്ചും പേഴ്സണലായിട്ട് വന്നതാണ്. ആ ദുരന്ത ബാധിതരായവരെ ഒന്ന് കാണുക, അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഇടം കാണുക എന്നുള്ളൊരു മനസ്സോടെ വന്നതാണ്. അപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്യുന്നത്, ഇത് പൊതുജനങ്ങളുടെ പണമാണ്. പണമാണ് എന്ന് അതെ, അദ്ദേഹം അതെ, കൃത്യമായിട്ട് പറയുകയും അതെ, ചെയ്യുന്നുണ്ട്. അതെ. അതായത് അദ്ദേഹം അതിൽ തീർത്തും രാഷ്ട്രീയം കാണാതെ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ്. അതിപ്പോ അദ്ദേഹം നേരിട്ട് അദ്ദേഹത്തിന്റെ സ്വയാർജിത പ്രകാരം വന്നതാണോ, അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണോ എന്ന് നമുക്കറിയില്ല. വേണമെങ്കിൽ അങ്ങനെ ആകാം. കാരണം കൈരളി ചാനലിന്റെ ചെയർമാനായിരിക്കുന്ന, അറിയപ്പെടുന്ന അഭിനേതാവായിരിക്കുന്ന മമ്മൂട്ടി അവിടെ സന്ദർശിച്ചത് വേണമെങ്കിൽ കേരള മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരമാകാം. അല്ലെങ്കിൽ എങ്ങനെയാ പാർട്ടി ജില്ലാ സെക്രട്ടറി എങ്ങനെ അറിയാം? അതുകൊണ്ട് അതല്ലാന്ന് എനിക്ക് ഉം. അഭിപ്രായമൊന്നുമില്ല. അതുകൊണ്ട് കേവലം മമ്മൂട്ടിക്ക് തോന്നിയാണെന്നുള്ള അഭിപ്രായം എന്നെ സംബന്ധിച്ചില്ല. പക്ഷെ മമ്മൂട്ടിക്ക് സ്വയം തോന്നിയാലും അല്ലെങ്കിലും അദ്ദേഹം അവിടെ വന്നു എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. അങ്ങനെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും വേണ്ടി പറയാനുള്ള സാധ്യതയുണ്ട്. അതിനെ തടയുക എന്നുള്ളതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ഉദ്ദേശം. CPM ജില്ലാ സെക്രട്ടറി ഉദ്ദേശിച്ചത് അതാണ്. അപ്പോൾ ഈ CPM ജില്ലാ സെക്രട്ടറിയെ പറഞ്ഞയച്ചത് ആരാണെന്നുള്ളതാണ്. അതുപോലെ ഗോവിന്ദ മാഷ് വേണമെങ്കിൽ ഉം. അതിന് സാധ്യത വളരെ കൂടുതലാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി നേരെ ജില്ലാ സെക്രട്ടറിയോട് പറയുകയാണ്, മമ്മൂട്ടിയോട് വരുന്നുണ്ട്, താൻ ഫുൾ ടൈം കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഗോവിന്ദൻ മാഷിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ പോയത്. അപ്പൊ അതുകൊണ്ട് ഗോവിന്ദൻ മാഷും ഈ പറയുന്ന പിണറായി വിജയനും തമ്മിൽ നല്ല ബന്ധമൊന്നുമല്ല. ആ നല്ല ബന്ധം അല്ലാത്തത് കൊണ്ട് ഇത് തന്റെ സർക്കാരിനെതിരായിട്ടുള്ള നീക്കമായിട്ട് ഭവിച്ചാലോ എന്നുള്ള ആശങ്ക കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ വാക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് വേറെ മറ്റു ഗൗരവമൊന്നും ഇതിനെ സംബന്ധിച്ചില്ല. ഈ ഇതില് അദ്ദേഹം ഏറ്റവും ഒടുവിൽ കണ്ട ഒരു സ്ക്രീൻഷോട്ടാണ്, ഒരു മാധ്യമത്തിൻ്റെതായിട്ട് കണ്ടതാണ്. അതായത് അദ്ദേഹത്തിനെതിരെ, മമ്മൂട്ടിക്കെതിരെ അയൽവാസിയുടെ പരാതി എന്താണ്? സെപ്റ്റേജ് മാലിന്യം ഒഴുക്കി എന്നുള്ളതാണ്. അപ്പോൾ സ്ഥിരമായിട്ടുള്ള കലാപരിപാടി ഉണ്ടല്ലോ, മമ്മൂട്ടിക്കെതിരെ ആയതുകൊണ്ട് പെണ്ണിന്റെ വിഷയം പറയാൻ പറ്റില്ല. അപ്പോൾ മറ്റേതെങ്കിലും ഒരു വിഷയം മമ്മൂട്ടിക്കെതിരെ എടുത്തിടണം, അല്ലെങ്കിൽ ഈ സൈബർ പോരാളികളുടെ തീരുമാനം അവിടെ നടപ്പാകുന്നുണ്ട് എന്നാണ് അല്ല, തോന്നുന്നത്. സൈബർ പോരാളികൾ വിഷയങ്ങൾ കണ്ടെത്തലാണ്. ഒരു വിഷയം ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. അവർ ആർക്കെതിരായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് വിഷയം വേണം നിർബന്ധമൊന്നുമില്ല. വിഷയം അവരങ്ങോട്ട് ഉണ്ടാക്കും. അങ്ങനെ വിഷയം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ തൊട്ടയലൊക്കത്തെ സ്ത്രീയിൽ നിന്ന് അവർ സെപ്റ്റിക് മാലിന്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുകൂടി അയച്ചു എന്നുള്ള ഒരു പരാതി വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇത് അല്ലെങ്കിൽ നാളെ വേറെ വിഷയം വരും.
പലതരത്തിലാണ്. ഒന്നുകിൽ സാമ്പത്തിക വിഷയമാകാം, അല്ലെങ്കിൽ സ്ത്രീ വിഷയമാവാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാലിന്യ വിഷയങ്ങളാവാം. ഏതെങ്കിലും വിഷയങ്ങൾ അവർക്ക് ഇഷ്ടമല്ലാത്ത ആളുകൾക്കെതിരായിട്ട്, അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് സംസാരിച്ച ആളുകൾക്കെതിരായിട്ട് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് ശീലമാണത്. ആ ശീലം അവരുടെ കൃത്യമായിട്ട് നടപ്പിൽ വരുത്തി എന്നുള്ളതാണ്. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട്, നേരത്തെ പറഞ്ഞ പോലെ, കേരളത്തിൽ ആദ്യമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി മാപ്പ് പറയാൻ തയ്യാറാവുന്നതാണ്. ഈ മാപ്പ് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ തെറ്റാണെന്ന് സ്വയം ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് കാര്യവിവരം വേണം, അതിന് ബോധം വേണം, അതിന് ബുദ്ധി വേണം, അതിനൊരു സമചിത്തത വേണം. ഈ പറയുന്നൊന്നും കേരളത്തിന് മുഖ്യമന്ത്രിക്കില്ല. അപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അതില്ലാത്തത് കൊണ്ട് സാധാരണ നിലയ്ക്ക് അദ്ദേഹം ഒരു കാര്യത്തിൽ അദ്ദേഹം മാപ്പ് പറയാറില്ല. ഈ മാപ്പ് പറയുന്നു എന്നുള്ളത് തെറ്റല്ല, അത് അതെ. ന്യായമാണ് ചില സമയത്ത്. അതിന് ബുദ്ധിശക്തി വേണം, അതിന് സമചിത്തത വേണം, വിഷയങ്ങൾ അപഗ്രഥിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. ഈ പറയുന്ന ഒന്നും സ്വയമാർജിതമായിട്ട് സ്വയം ഇദ്ദേഹത്തിനുള്ള കപ്പാസിറ്റി ഇല്ല എന്നുള്ള വസ്തുതയാണ്. അദ്ദേഹത്തിന്റെ ഉപദേശകന്മാർ ഏകദേശം ആ തരത്തിൽപ്പെട്ടവരാണ്. പക്ഷേ ഇത്തവണ ഇത്തരത്തിലൊരു മാപ്പ് പറയൽ ഉണ്ടാകുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മഹാനായ ഒരു അഭിനേതാവിനെതിരെ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള എന്താ പറയാ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാവില്ലേ അദ്ദേഹം അത് അങ്ങനെ ആവണം പറഞ്ഞത്? നിർബന്ധമില്ല. ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം കൈരളി ചാനലിന്റെ ചെയർമാൻ സ്ഥാനം അദ്ദേഹം ഒഴിയാൻ വേണ്ടി തയ്യാറായി എന്നാണ്. ഉം. ഈ സംഭവം ഉണ്ടായ സമയത്ത് അങ്ങനെ കൈരളി ചാനലിന് ഒരു ചെയർമാൻ അത്യാവശ്യമാണ്. അത് അത്യാവശ്യമായിരിക്കുന്ന ചെയർമാൻ ആയിരിക്കുന്ന ആളുകൾ പബ്ലിക്കിന്റെ അക്സെപ്റ്റൻസ് ഉള്ള ആളുകളായിരിക്കണം നിർബന്ധമുണ്ട്. അതിൻ്റെ വലിയൊരു പണങ്ങൾ പിരിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അത്തരത്തിൽപ്പെട്ട ഒരാളെ ഭരണത്തിന്റെ അവസാന കാലഘട്ടത്തിൽ പോലും അവരെ ഈ ചാനലിൽ നിന്ന് പുറത്തേക്ക് വിടാതിരിക്കാനും സൂത്രത്തിന്റെ ഭാഗം മാത്രമായാലും നമ്മൾ ധരിക്കുന്ന മാതിരിയാവണം നിർബന്ധമില്ല. അതുകൊണ്ട് മറ്റേ ശുദ്ധഗതിക്കാരനായതുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞു ധരിക്കേണ്ട. മറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് കൈരളി ചാനലിന്റെ ചെയർമാനെ തൽസ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെക്കാൻ തയ്യാറായിരുന്നു. ആ തയ്യാറാവുന്നതിന് തടയാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം മാത്രമായിട്ടാണ് പിണറായി വിജയൻ ചെയ്തതെന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. ഈ മാപ്പ് പറഞ്ഞതിനൊപ്പം മുഖ്യമന്ത്രി പറയുന്നുണ്ട് കേരളത്തിന്റെ നന്മ ആഗ്രഹിക്കുന്നയാളാണ് മമ്മൂട്ടി. പെരുമ്പളം പാലത്തെ മമ്മൂട്ടി പ്രകീർത്തിച്ചിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നീട് ഒരു പുകഴ്ത്തൽ കൂടി കൊടുക്കുന്നുണ്ട്. ഒരു തൊട്ടുതലോടൽ കൂടിയുണ്ട്. പോവല്ലേ, ഇപ്പൊ സാറ് പറഞ്ഞതനുസരിച്ച് അയ്യോ പോവല്ലേ എന്നുള്ളതാകാം. അതും മാത്രമാണത്. കാരണം ഇപ്പോൾ മമ്മൂട്ടി എന്ത് പറഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം. മമ്മൂട്ടിയെ തങ്ങളുടെ കൂടെ നിർത്തേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പതനത്തിന്റെ വക്കിലാണ്. ഈ പതനത്തിന്റെ വക്കിലായ ഒരു സമയത്ത് തലയ്ക്കകത്ത് ആളോട്ടുള്ളവരാരും അവരുടെ കൂടെ ഇല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു മോഹൻലാലിനെ വെച്ച് പ്രോഗ്രാം ചെയ്തു. മോഹൻലാൽ മുഖ്യമന്ത്രിയായിട്ടുള്ള സംസാരിക്കുന്നു. അതെ. അവർ ഒന്നിച്ച് നടക്കുന്നു. ഇതിന് മോഹൻലാൽ പണം കൊടുത്തിട്ടില്ലേ? പണം കൊടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചലച്ചിത്ര താരങ്ങളായിരിക്കുന്ന അറിയപ്പെടുന്ന ആളുകൾക്ക് പണം കൊടുത്തുകൊണ്ട് അവരെ കൂടി തങ്ങൾക്ക് അനുകൂലമായിട്ട് സംസാരിപ്പിക്കുന്ന രീതിയാണ് ഇവർ അവലംബിച്ചിരിക്കുന്നത്. അത് മോഹൻലാലിന്റെ ഒരു വശത്ത് ചെയ്തു. മറുവശത്ത് മമ്മൂട്ടി അവിടെ കൊണ്ടുവരാനുള്ള പരിശ്രമം നടത്തി ടൗൺഷിപ്പ് കാണിക്കാൻ നോക്കി. അപ്പോഴാണ് ജില്ലാ സെക്രട്ടറിയുടെ ഓവർ ആക്ഷൻ വന്നത്. ഓവർ ആക്ഷൻ അയാൾ കൂടുന്ന സമയത്ത് മമ്മൂട്ടി അതിനെ എതിർക്കുണ്ടായി. ആ എതിർത്ത സമയത്ത് ഇനി മമ്മൂട്ടി ആ എതിർപ്പ് മാത്രമല്ല സംഭവിക്കുക, മമ്മൂട്ടി കൈരളി ചാനലിൽ നിന്നുകൂടി പുറത്തേക്ക് പോകും. അത് ഇവർക്ക് സഹിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം അതുകൊണ്ട് ഏത് കാരണവശാലും മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയിരിക്കുന്ന ഈ സൂപ്പർ താരങ്ങളെ എല്ലാവരെയും കൂടെ നിർത്തുക എന്നുള്ളത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഇന്ന് അനിവാര്യമാണ്. കാരണം പാർട്ടിക്കകത്ത് നിന്ന് ഇപ്പം ആരുമില്ല. കാരണം പണ്ട് സച്ചിദാനന്ദനെ പോലെ ഉണ്ടായിരുന്നു. ഇപ്പം സച്ചിദാനന്ദൻ പോലും കൂടെയില്ല. സച്ചിദാനന്ദൻ പറഞ്ഞത് ഇനിയിപ്പോൾ ഒരു തുടർ ഭരണത്തിന്റെ ആവശ്യമില്ലെന്നാ സച്ചിദാനന്ദൻ പറഞ്ഞ്. ആകെ തുടർ ഭരണം വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരാളുള്ളത് അവിടെ ഇവിടുത്തെ എം മുകുന്ദൻ മാത്രമാണ്. മൂന്നിനൊഴിച്ചുള്ള സാഹിത്യകാരന്മാരും വേണമെന്ന് പറയുന്നില്ല. അതുകൊണ്ടാണ് നിവൃത്തി കിട്ടി. ഇപ്പോൾ തൃശ്ശൂർ പോലും സ്ഥാനാർത്ഥിത്വം കൊടുത്തിട്ടുണ്ട്. തൃശ്ശൂർ ടൗണിൽ മത്സരിക്കുന്നത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. അയക്കത് കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം നാളെ ഇനി അയാൾ പുറത്തു കൊണ്ടാന്ന് വിചാരിച്ചുകൊണ്ടാണ്. സീറ്റ് കൊടുത്തെങ്കിൽ ഇവരെയൊക്കെ കൂടെ നിർത്താനായിട്ടുള്ള വലിയ തത്രപ്പാടാണ് ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ ഭരണത്തിന്റെ അന്തിമ നാളുകളാണെന്നുള്ള അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ അന്തിമ നാളുകളിൽ അവരെ സംബന്ധിച്ച് ഈ പറയുന്ന മമ്മൂട്ടിയും മോഹൻലാലിനെയും തുടങ്ങിയിട്ടിരിക്കുന്ന സാഹിത്യരംഗത്തുള്ള ആളുകളടക്കം തങ്ങളുടേതായിട്ടുള്ള കൂടെ നിർത്തേണ്ടത് ഈ പ്രസ്ഥാനത്തിന് നിലനിൽപ്പിന് അനിവാര്യമാണ് എന്നുള്ള തിരിച്ചറിവാണ്. അപ്പൊ അല്ലാതെ അതൊരു PR വർക്ക് തന്നെയായിരുന്നു. ഇതൊരു മമ്മൂട്ടി PR വർക്കാണ്. വന്നതും ഒക്കെ PR വർക്കിന്റെ ഭാഗം തന്നെ ആയിരിക്കാം. മമ്മൂട്ടി അവിടെ സന്ദർശിച്ച PR വർക്കാണ്. ജില്ലാ സെക്രട്ടറി കൂടെ നിന്ന് നടന്ന PR വർക്കാണ്. ഇദ്ദേഹം മാപ്പ് പറഞ്ഞ PR വർക്കാണ്. ഇതിനകത്ത് മൂന്നിനകത്ത് യാതൊരു സത്യസന്ധതയില്ല. സത്യസന്ധമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോക ചരിത്രത്തിൽ ഒരു സ്ഥലത്ത് പോലും തങ്ങൾ ചെയ്ത തെറ്റിനെ ഏറ്റു പറഞ്ഞിട്ടില്ല.
അത് ആരുടെ ചരിത്രത്തിലുള്ള? സ്റ്റാലിൻ്റെ ചരിത്രത്തിലുണ്ടോ? ലെനിൻ്റെ ചരിത്രത്തിലുണ്ടോ? മാവോ സേതുങ്ങിൻ്റെ ചരിത്രത്തിലുണ്ടോ? അല്ലെങ്കിൽ ചെഗുവേരയുടെ ചരിത്രത്തിലുണ്ടോ? ഒരു കേരളത്തിലുള്ള ആളുകളുടെ ചരിത്രത്തിലുണ്ടോ? EMSന്റെ ചരിത്രത്തിലുണ്ടോ? EMS എത്ര ആളുകൾ എന്തെല്ലാം അവഹേളിച്ചിട്ടുണ്ട്? ഇവർ ചങ്ങമ്പുഴയെ അവഹേളിച്ചില്ലേ? ഇവർ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? ഇവർ സഞ്ജയനെ അവഹേളിച്ചില്ലേ? ഇവർ മറ്റേ കുട്ടിക്കൃഷ്ണമാരാരെ അവഹേളിച്ചില്ലേ? ഇന്ന് തുടങ്ങിയിട്ടുള്ള എണ്ണപ്പെട്ട എല്ലാ ആളുകളെയും ഇവർ പല സമയത്തായിട്ട് ആക്ഷേപിച്ചിട്ടുണ്ട്. ഇവർ മുണ്ടശ്ശേരി മാഷിനെ ഇവർ ആക്ഷേപിച്ചിട്ടുണ്ട്. മുണ്ടശ്ശേരി മാഷ് ഇവരുടെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. അതേപോലെ തന്നെ VR കൃഷ്ണയ്യർ, ഇവരുടെ കൂടെ നടന്നിട്ടുള്ള ആ കൃഷ്ണയ്യരുടെ അച്ഛനെ വിളിച്ചാരാന്നറിയാമോ? ശിവദാസമൻ എന്ന് പറയുന്നിട്ട് ഇവരുടെ പഴയ മന്ത്രിയാ. അതായത് പറഞ്ഞത് കൃഷ്ണയ്യർ എന്നല്ല, അയാളുടെ അച്ഛൻ രാമയ്യര് പറഞ്ഞാൽ പോലും ഞങ്ങളാരും കേൾക്കൂല എന്നാ പറഞ്ഞ്. അങ്ങനെ കൃഷ്ണയ്യരുടെ ഒരു അച്ഛനെ വിളിച്ചിട്ടുള്ള പാരമ്പര്യമാണ്. ഇന്നിപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ല. എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എല്ലാവരും എതിരായ സമയത്ത് കിട്ടാവുന്നൊരു കച്ചിത്തുരുമ്പാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേറെ ചില ആളുകൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളെ, ഈ കച്ചിത്തുരുമ്പുകളെ പോലും പിടിച്ചു നിർത്താനായിട്ടുള്ള വലിയ തത്രപ്പാടിലാണ് പിണറായി വിജയൻ. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് അദ്ദേഹം മാപ്പ് പറഞ്ഞതെന്നാണ് എൻ്റെ വിശ്വാസം.